മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം. പ്രിയ ശ്രീനിവാസനെ കാണാൻ നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. ശ്രീനിവാസനെ അനുസ്മരിച്ച് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ചലച്ചിത്ര സാംസ്കാരിക ലോകത്തെ പ്രമുഖർ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ലിഡിയ ജേക്കബ് ചേരുന്നു വിശദാംശങ്ങളുമായി. ലിഡിയ, ഇന്നലെയായിരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ വിയോഗം. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ്. എന്തെല്ലാമാണ് അതിലെ പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ സംസ്കാരം നടക്കുക. ഉദയംപേരൂർ കണ്ടനാടുള്ള സ്വവസതിയിലാണ് സംസ്കാരം. ഇന്നലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടിയും അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിലും ഒപ്പം വീട്ടിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നലെ ടൗൺ ഹാളിൽ ആയിരങ്ങളാണ് ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. ഇന്നും അതേ തിരക്ക് വീട്ടിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 10 മണിയോടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ശ്രീനിവാസന്റെ സംസ്കാരം നടക്കുക. നമുക്കറിയാം, കാലത്തെയും പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ. ഒരു മലയാളിക്ക് അത്രയും പ്രിയപ്പെട്ട ആളായതുകൊണ്ടാണ് ഇന്നലെ തന്നെ ആയിരങ്ങൾ ശ്രീനിവാസനെ കാണാനായി ഈ ടൗൺ ഹാളിലും വീട്ടിലുമായി എത്തിയിരുന്നു. ഇത്തരത്തിൽ മലയാളികളുടെ ഏറ്റവും സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ അത്രയധികം മലയാളികൾക്ക് പ്രിയപ്പെട്ട ശ്രീനിവാസൻ വർഷങ്ങളായി ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടിലാണ് വർഷങ്ങളായി, ഒരു 13 വർഷത്തോളമായി അവിടെയാണ് താമസിക്കുന്നത്. അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരികയായിരുന്നു. പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വരികയായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. അതിനെ തുടർന്ന് എല്ലാ മാസവും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചെക്കപ്പിനായി പോവുക പതിവുണ്ടായിരുന്നു. അത്തരത്തിൽ ചെക്കപ്പിന് പോകുന്നതിനിടെ ഇന്നലെ തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ ദേഹാസ്വാസ്ഥ്യം സംഭവിക്കുകയും തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇന്നലെ രാവിലെ 8:30 ശ്രീനിവാസന്റെ അന്ത്യം സംഭവിച്ചത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടലുണ്ടാക്കിയ വാർത്ത തന്നെയായിരുന്നു ശ്രീനിവാസന്റെ മരണം എന്ന് പറയുന്നത്. വിയോഗ വാർത്തയുടെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല മലയാളികൾക്ക് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ശ്രീനിവാസന്റെ സംസ്കാരം നടക്കും. ലിഡിയ, 10 മണിക്കാണ് സംസ്കാരം എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തെങ്കിലും ചടങ്ങുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? നിലവിൽ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ബന്ധുമിത്രാദികളും അടുത്ത ബന്ധുക്കളും പറഞ്ഞത് മാധ്യമങ്ങൾക്കോ ആളുകൾക്കോ ഒന്നും അവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് നിലവിൽ വീട്ടിൽ ഒരു പ്രദർശനം അല്ലെങ്കിൽ വീട്ടിൽ കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ടൗൺ ഹാളിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങളോടടക്കം ബന്ധുമിത്രാദികൾ അഭ്യർത്ഥന നടത്തിയിരുന്നു. വീട്ടിൽ ഏറ്റവും അടുത്ത ആളുകൾക്ക് മാത്രമാണ് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒരുക്കിയിരുന്നത്. ഇന്നലെ രാത്രിയൊക്കെ ഏറ്റവും അടുത്ത ആളുകൾ, ബന്ധുക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ 7 മണിയോടെ 8 മണിയോടെയൊക്കെ കൂടുതൽ ആളുകൾ വന്നു തുടങ്ങും എന്നുള്ളതാണ്. എന്തായാലും 10 മണിക്ക് ഏകദേശം 9 മണിയോടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. 10 മണിയോടെ സംസ്കാരം നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കണ്ടനാട് വീട്ടുവളപ്പിൽ തന്നെയാണ് വർഷങ്ങളായി അവിടെ തന്നെയാണ് ശ്രീനിവാസൻ താമസിച്ചു വരുന്നത്. അത്തരത്തിൽ ഏകദേശം ഒരു 13 വർഷമായി അവിടെ താമസിച്ചു വരുന്നു. അവിടെ തന്നെ ഏകദേശം ഒരു 40 ഏക്കറോളം സ്ഥലമെടുത്ത് ജൈവ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരികയാണ്. മകൻ ധ്യാൻ ശ്രീനിവാസനും ഒപ്പം ഇത്തരത്തിൽ ജൈവ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് കാര്യങ്ങൾ ഈ ഏറ്റവും അടുത്ത് സജീവമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ഒക്ടോബർ അവസാന വാരമാണ്. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പാടത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അതിനുശേഷം തീരെ അവശതയിലാവുകയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഇന്നലെ 8:30 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. ശരി ലിഡിയ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന്റെ വിയോഗമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. ഇന്ന് 10 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്.